ഹലോ, നമുക്കിന്ന് പച്ചക്കായ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ചെയ്ത് നോക്കാം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റമാണ്. ഇതിലൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഐറ്റം എന്താ പറയുക, ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് യൂസ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ തന്നെ ഇത് നമ്മുടെ വറവൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരു ഈവനിങ് ടൈമിലൊക്കെ പുഴുക്കായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടുണ്ട് കാര്യം കേട്ടോ. നമുക്കിത് ഒറ്റയ്ക്കും കഴിക്കാം, അതുപോലെ തന്നെ ചോറിൻ്റെ ഒക്കെ കൂടെയും കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പോകണ്ട, പറയണ്ട, നമുക്ക് നേരെ ഡിഷിലോട്ടേക്ക് പോകാം കേട്ടോ. നമ്മൾ ഈ ഒരു ഷേപ്പിൽ നമ്മുടെ ഈ ഒരു ഐറ്റം ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞളും ഉപ്പും കൂടെ ഒന്ന് ഇടുക, ഒന്ന് മിക്സ് ആക്കുക. പിന്നെ നമ്മളെ ഒരു ചീനച്ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആ ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, ഇതുപോലെ തന്നെ കടുകിട്ട് പൊട്ടിക്കുക. അതാണ് ഫസ്റ്റിലത്തെ ചെയ്യേണ്ട കാര്യം കേട്ടോ. ദെൻ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തത് ഈ ഒരു പച്ചക്കായും മഞ്ഞളും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലോട്ടേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട, ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഇത് വേവാനുള്ള ആ ഒരു വെള്ളം അത് മാത്രം ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് സിം ടു മീഡിയം ആ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിപ്പിച്ചിട്ടെടുക്കാൻ കേട്ടോ. അതാണ് ഫസ്റ്റ് ടാസ്ക്. ഇത് വലിയ ടാസ്ക് അല്ലെങ്കിലും നമുക്ക് നെക്സ്റ്റ് നമ്മളൊരു പൊടിക്കൈ ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഐറ്റത്തിൻ്റെ മെയിനായിട്ടുള്ള ടേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നോക്കുക ആ ഒരു ഐറ്റമാണ് കേട്ടോ. കാരണം നമ്മൾ ഇത് ജസ്റ്റ് വേവിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്ന ആ ഒരു കൂട്ടുണ്ട് ഇതിലോട്ടേക്ക് ചേർക്കുന്നത് കേട്ടോ. അതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ഇരിക്കുന്നത്. അത് നമുക്ക് നേരെ കാണാൻ പോകും. അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഇതൊന്ന് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊരു ഹാഫ് കുക്കായതിനു ശേഷം നമുക്ക് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. വെള്ളം ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ ആ ഒരു കൂട്ടിലോട്ടേക്ക് നമുക്ക് പോകാം കേട്ടോ. നമ്മളൊരു മിക്സി ജാറിലോട്ടേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ, കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, അധികം കുറഞ്ഞു പോകാണ്ടിരുന്നാൽ മതി കേട്ടോ. നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് പച്ചമുളകാണ്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനൊരു ജസ്റ്റ് ഒരു നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഈ ഒരു 2 മുളകാണ് കേട്ടോ ചേർത്തത്. അതുപോലെ തന്നെ 2 അല്ലി മാത്രം വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ സവാള ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അധികം തന്നെ ഈ ഒരു ചെറിയുള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളി കുറച്ച് കൂടിയാലും നല്ലതാണ്, നല്ല ടേസ്റ്റ് വൈസ് നല്ല മുന്നിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും കുറക്കേണ്ട, ആവശ്യത്തിൽ തന്നെ ചേർത്തോളൂ. പിന്നെ ഈ ഒരു കറി ലീവ്സ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ വെച്ചിട്ട് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഒന്ന് അടിച്ച് ചതച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് അരഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചാൽ മതി കേട്ടോ. ഈ ഒരു ഐറ്റം ഇത് നിങ്ങൾ ഈ ജസ്റ്റ് അടിച്ച് ഈ ഒരു ടൈമിൽ തന്നെ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് ആ ഒരു പച്ചക്കായും മിക്സിലും കൂടെ വന്നിട്ട് ആ ഒരു വെളിച്ചെണ്ണയും ഒരു പച്ചക്കായും ഈ ഒരു കൂട്ടും ഒക്കെ വരുമ്പോൾ അസാധ്യ ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ ഇതിൻ്റെ ഫാനായി മാറുന്നത് 100% ഉറപ്പാണ് കേട്ടോ. കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊന്ന് മിക്സ് ആയിട്ടൊക്കെ വരുമ്പോൾ ടേസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. എന്താണെങ്കിലും ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ ചാനലിൽ ഒരുപാട് കുക്കിംഗ് വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതെന്താണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരും എന്നെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉച്ചക്കത്തെ വറവൊക്കെ ആയിട്ടും അതുപോലെ തന്നെ പുഴുക്കൊക്കെ ആയിട്ടൊക്കെ കഴിക്കാം കേട്ടോ. താങ്ക് യു.